വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മൾ ഇന്ന് മാത്സിന്റെ പുതിയ ചാപ്റ്റർ പോളിഗൺസ് തുടങ്ങുകയാണ്. അപ്പോൾ മിസ് ഫിസിക്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രി ഇപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞു. മാത്സിന്റെ പുതിയ ചാപ്റ്ററാണ് പോളിഗൺസ് നമ്മൾ തുടങ്ങുന്നത്. എല്ലാവരും വാച്ച് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. മിസ് പറയാറില്ല എപ്പോഴും തുടക്കത്തിലൊന്നും ഇത്, പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്യാം കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? പോളിഗൺസ് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോളിഗൺസ് തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്താണ് പോളിഗൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി എന്ന് പറഞ്ഞാൽ മീൻസ് പോളിടെക്നിക്, പോളിനോമിയൽ എന്നൊക്കെ നിങ്ങൾ കേട്ടില്ല. പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ടെക്നിക്സ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോളിടെക്നിക് എന്ന് പറയാം. പോളി മീൻസ് എന്താണ്? മെനി. ഇപ്പോൾ പോളിഗൺസ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പോളിഗൺ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഷേപ്സ് എന്താണ്, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യം ഞാൻ വളരെ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. പോളിഗൺ എന്ന് പറഞ്ഞാൽ ഷേപ്സ് വിത്ത് മോർ ദാൻ 3 sides. 3 സൈഡിൽ കൂടുതലുള്ള ഷേപ്സിനെല്ലാം നമുക്ക് എന്ത് പറയാം? പോളിഗൺ. അത് കോമൺ ആയിട്ട് പറയുന്നതാണ്. പക്ഷെ 4 സൈഡിന് ഒരു പേരുണ്ട്, 5 സൈഡിന് വേറൊരു പേരുണ്ട്, 6 സൈഡിന് വേറെ പേരുണ്ട്, പ്രത്യേകം പേരുകളുണ്ട്. ജസ്റ്റ് ഒരു പോളിഗണോട് വരയ്ക്കാം വിത്ത് 4 sides. എന്താ നമ്മൾ ഇതിനെന്താ പറയാ? 4 sided ഫിഗർ നമ്മൾ എന്താ പറയാ? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും അല്ലെ? ഫിഗർ ഹാവിംഗ് 4 sides ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഈ ക്വാഡ്രിലാറ്ററൽ തന്നെ പെക്യുലാരിറ്റീസ് ഉള്ളതുണ്ട്. 4 side 4 ആംഗിൾ ഈക്വൽ ഉള്ളതുണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, റോംബസ് ഉണ്ട്, പാരലോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ 4 സൈഡിലുള്ള എല്ലാ ഫിഗേഴ്സും എന്താ പറയാ? ക്വാഡ്രിലാറ്ററൽ. ക്വാഡ് മീൻസ് 4, ക്വാഡ്രിലാറ്ററൽ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഇത് നമ്മൾ എന്താ പറയാ? ഈ ഭാഗങ്ങളിൽ നമ്മൾ വെർട്ടിസസ് എന്നാണ് പറയാം. ആംഗിൾ ഉള്ള ഈ കോർണേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് വെർട്ടിസസ്. അപ്പോ ക്വാഡ്രിലാറ്ററലിന് എന്താ പ്രത്യേകത? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാഡ്രിലാറ്ററൽ 4 വെർട്ടിസസ്. വെർട്ടെക്സിന്റെ പ്ലൂറൽ ഫോം ആണ് വെർട്ടിസസ്. ഓക്കെ, ദെൻ 4 sides. അപ്പൊ അതിനാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ളതൊന്നും പ്രത്യേകിച്ച് ഇങ്ങനത്തെ പേരില്ല. ഈ പോളിഗൺസ് എന്നുള്ള ഈ പോളിക്ക് പകരം നമ്മൾ പേര് കൊടുക്കുകയാണ്. Pentagon. Penta means what? 5 അല്ലെ? Pentagon means figure having 5 vertices and 5 sides. Pentagon. Then hexagon. Hexagon എന്ന് പറഞ്ഞാൽ എന്താണ്? Hexa means 6. So 6 vertices and 6 sides. Okay? അപ്പോൾ pentagon, hexagon, heptagon, octagon ഇങ്ങനെ പോകും. ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പഠിക്കാൻ പോകുന്നത് നമ്മൾ അറിയോ? ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോപ്പർട്ടി സം ഓഫ് ആംഗിൾസ് ആണ്. അതായത് ഒരു പോളിഗൺ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ, അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും കേട്ടോ. കോമൺ ആയിട്ട് മിസ് പറയാൻ 360 നിങ്ങൾക്ക് അറിയണ്ട. അതായത് സം ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏത് ക്വാഡ്രിലാറ്ററലും എന്താ കിട്ടുക? 360 ഡിഗ്രി എന്നാണ് കിട്ടുക. അപ്പൊ പെന്റഗൺ എത്രയും കിട്ടാൻ നമുക്ക് അറിയണ്ടാവില്ല, ഹെക്സഗൺ എത്രയും കിട്ടാൻ നമുക്ക് അറിയണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ലേൺ ഹൗ ടു കാൽക്കുലേറ്റ് സം ഓഫ് ആംഗിൾസ്. ഓക്കെ, മീൻസ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മാത്സിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിഞ്ഞൊരു കാര്യം, ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾക്ക് അറിയാം, എല്ലാ കുട്ടികൾക്കും അറിയുന്നതാണ് അല്ലെ? എത്രയാണ്? 180 ഡിഗ്രി. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. അപ്പോൾ ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ, അതായത് ഇതും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ, ഓരോന്നല്ല കേട്ടോ, ഓരോന്ന് എത്ര നമുക്ക് അറിയില്ല. ഇത് പല ട്രയാങ്കിളിലും പല ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. നമ്മൾ ഇനി എല്ലാ പോളിഗണിനെയും എന്ത് ചെയ്യാൻ പോവാണ്? ഈ ട്രയാങ്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ആംഗിൾസ് നാം കണ്ടുപിടിക്കാൻ പോവാണ്. മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ചാപ്റ്റർ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആകെ കൂടെ നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച്
ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ്. സെക്കൻഡും തേർഡൊക്കെ വളരെ എളുപ്പമാണ്. ഇതൊക്കെ എല്ലാവരും സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ് ചാപ്റ്റർ. നോക്കൂ, മിസ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഒരു ക്വാഡ്രാറ്റിക് തൊട്ട് നമുക്ക് പഠിച്ചെടുക്കാം. 4 സൈഡഡ് ഫിഗർ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യാൻ പോകുമെന്ന് അറിയാമോ? ഇതൊക്കെ മാറ്റേ ഞാൻ ഫിഗേഴ്സ് വരയ്ക്കാം. നോക്കൂ, ഒരു 4 സൈഡഡ് ഫിഗർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എനി 4 സൈഡഡ് നമുക്കിതിനെ ഐ എം ഗോയിങ് ടു സ്പ്ലിറ്റ് ദിസ് ഇൻടു 2 ട്രയാങ്കിൾസ്. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ സം എത്രയാണ്? 180. ഈ ട്രയാങ്കിളിന്റെ സം എത്രയാണ്? 180. ഇപ്പൊ എത്ര ചെയ്താൽ മതി? 2 × 180. ഇപ്പൊ എത്ര കിട്ടും? 360 ഡിഗ്രി. ഓക്കെ, വളരെ. ഇനി അടുത്ത് നോക്കൂ. അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 5 സൈഡ് ഫിഗർ ഹാവിംഗ് 5 sides. This figure having 5 sides and 5 vertices. Okay, പിന്നെ മിസ് ഇതിനെ എന്താ ചെയ്യാൻ പോകുന്നത്? 2 ഇങ്ങനെ കേട്ടോ, 3 ട്രയാങ്കിൾ ആക്കി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം, ട്രയാങ്കിൾ ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ മറ്റേ വർക്കസ് ഒരു ട്രയാങ്കിൾ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ചില കുട്ടികൾ അങ്ങനത്തെ വികൃതി കുട്ടികളുണ്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലും ഒരു വെർട്ടെക്സ് വരയ്ക്കാൻ തുടങ്ങിയാൽ ആ വെർട്ടെക്സ് തന്നെ വരയ്ക്കണം കേട്ടോ. ഇവിടെ നിന്ന് മിസ് അങ്ങോട്ട് വരച്ചു, അതായത് ഒരു വെർട്ടെക്സ് മറ്റുള്ള എല്ലാ വെർട്ടെക്സിലേക്ക് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അപ്പൊ ഇതൊരു 180 അല്ലേ? 180, ഇതൊരു 180, ഇതൊരു 180. അപ്പൊ എത്ര 180 ആയി? 180 × 3, റൈറ്റ്? 180 × 3 എന്ന് പറഞ്ഞാല് 3 zeros 3 0 540, റൈറ്റ്? 540 ഡിഗ്രി. ഇനി ഇപ്പൊ നമ്മള് 2 കാര്യങ്ങൾ പഠിച്ചിട്ടോ. ഏതൊക്കെയാണ്? എന്ത് ചെയ്യാൻ മായ്ക്കില്ല. ഇവിടെ നമുക്ക് ഇവിടെ മാറ്റി എഴുതാം. 4 സൈഡ് 4 ആണെങ്കിൽ ഞാൻ ഇവിടെ ടേബിൾ പോലെ എഴുതട്ടെ. നമുക്ക് ഇവിടെ കിട്ടിയത് എഴുതാം. സൈഡ് 4 ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 2 × 180, റൈറ്റ്? 360. കാണുന്നില്ല കൂട്ടാ? ഇതിനടുത്തത് സൈഡ് 5 ആണെങ്കിൽ 3 × 180, 540, റൈറ്റ്? 3 × 180, 5 sides. ഓക്കെ, നമ്മൾ വരയ്ക്കാൻ പോണേ. നമുക്ക് എന്താ വരയ്ക്കണം? ഒരു ഹെക്സഗൺ. എന്താ ഹെക്സഗൺ എന്ന് പറഞ്ഞാല്? ഹെക്സാ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, കാരണം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കെമിസ്ട്രിയിൽ ഇതിന്റെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പമാണ്. പെൻഡ 5, ഹെക്സ 6, ഹെപ്റ്റ 7, ഒക്ട 8 പഠിച്ചു വെക്കണം. അത് നമുക്ക് ആവശ്യമുള്ളൂ. മിസ് 6 സൈഡിൽ വരയ്ക്കുകയാണ്. നോക്കൂ, ഫിഗർ ഹാവിംഗ് 6 sides and 6 vertices. ഇവിടെ ഇതൊന്നും നമുക്ക് തുടങ്ങാം. ഒന്ന് ഇങ്ങോട്ട് വരച്ചു, ഒന്ന് ഇങ്ങോട്ട് വരച്ചു, ഒന്ന് ഇങ്ങോട്ട് വരച്ചു. എത്ര എണ്ണായി? എത്ര ട്രയാങ്കിളായി? പറയൂ. 1 2 3 and 4 triangles അല്ലേ? അപ്പൊ എത്ര കിട്ടുക? 6 sides ആവുമ്പോ 4 × 180. എത്ര കിട്ടുക? 8 4s are 32, remainder 3, 1 4s are 4 plus 3 7, 720 degree. Right? ഇപ്പൊ നമ്മൾ അത് ഇനി നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. 7 sides. നോക്കിക്കോളൂ കേട്ടോ. 7 sides എങ്ങനെ വരയ്ക്കാം? 1 2 3 4 5 6 7. ഓൾമോസ്റ്റ് 7 ആയി. നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരച്ചു. 1 2 3 4 5 അല്ലേ? 180, 1 2 3 4 5. അപ്പൊ 7 സൈഡ്സ് ആണ്. ഇത് സൈഡ്സ്. ഇതെന്താണ്? ആംഗിൾ സം. ഓക്കെ, 7 സൈഡ്സ് ആണെങ്കിൽ നമ്മൾ എത്ര 180? 1 2 3 4 5 180s. 5 × 180. 5 × 180 എത്രയാ? 8 5s are 40, 0 4 1 5s are 5 plus 900 degree. Right? ഇനി മതി, ഇത്രയൊക്കെ മതി. ഇനി നമുക്കൊരു ജനറൽ ഇക്വേഷൻ, അതായത് ഇനി നിങ്ങൾക്കൊരു 100 സൈഡുള്ള പോളിഗൺ നമ്മൾ വരച്ചാലും നമുക്ക് അതിന്റെ ആംഗിൾസ് നമുക്ക് കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ സ്വയം ഉണ്ടാക്കാൻ പോവാണ്.
നമ്മൾ സ്വയം ഉണ്ടാക്കാം. നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് സൈഡ്സ് ആണ് അല്ലെ. നമ്പർ ഓഫ് സൈഡ്സും നമ്മൾ ഈ എഴുതിയിരിക്കുന്ന തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കൂ. എന്തെങ്കിലും കണക്ഷൻ 4ഉം 2ഉം തമ്മിലുള്ള കണക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2 × 2 4 ആണ്, 4 - 2 2 ആണ്. അപ്പൊ നമുക്ക് അറിയില്ല. നോക്കൂ, 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 5 - 2 3, 6 - 2 4, 7 - 2 5. അതായത് നിങ്ങൾക്ക് എത്ര സൈഡ്സ് ഉണ്ടോ ആ സൈഡിൽ നിന്നും 2 മൈനസ് ചെയ്ത നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ 8 സൈഡ് വരച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 6 × 180, 9 സൈഡ് വരച്ചാൽ 7 × 180. നിങ്ങൾ ചെയ്തു നോക്കുക, 10 വരെ ഒന്ന് വരച്ച് നോക്കുക. അപ്പോഴൊക്കെ നമുക്ക് എന്താ കിട്ടുക? നിങ്ങൾ ഈ കേസ് ഇവിടെ 8 വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്താ കിട്ടുക? 6 × 180. 9 വരയ്ക്കുകയാണെങ്കിൽ 7 × 180. ഇവിടെ നമ്മളൊരു 50 വരയ്ക്കുകയാണെങ്കിലോ എത്രയായിരിക്കും? അപ്പോ 50 വരയ്ക്കുകയാണെങ്കിൽ 50 ആണെങ്കിൽ എത്രയായിരിക്കും? 50 നമ്മൾ എന്താ ചെയ്യണത്? 50 ആണെങ്കിലും 50 സൈഡ്സ് ആണെങ്കിലും 50 - 2, ഇവിടെ എല്ലാം -2 അപ്പൊ 48 × 180 എന്നാണ് വരിക. അപ്പൊ നമുക്കൊരു ജനറൽ ഇക്വേഷൻ വേണം. അതായത് എ പോളിഗൺ ഹാവിംഗ് നമ്പർ ഓഫ് സൈഡ്സ് n, സൈഡിന്റെ എണ്ണം n ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? whatever may be the number, subtract 2 from the number of sides and multiply it with 180. അത്രയും. അതായത് n - 2 × 180 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ സം ഓഫ് ആംഗിൾ കാണാൻ സം ഓഫ് ആംഗിൾ ഓഫ് എ പോളിഗൺ ഇസ് ഈക്വൽ ടു n - 2 × 180. സിമ്പിൾ ഇക്വേഷൻ ആണ്. എങ്ങനെ ഇക്വേഷൻ കിട്ടിയത് മനസ്സിലായില്ലേ? നമ്മൾ വരച്ച് നമ്മൾ സ്വയം ഉണ്ടാക്കിയതാണ്. Then if the number of sides is equal to n, then angle sum is equal to n - 2 × 180. ഇനി നമ്മൾ വലിച്ചു നീട്ടി തീർപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങിയാലോ? എന്നാൽ തുടങ്ങാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. What is the sum of angles of a 52-sided polygon? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. What is the sum of the angles of a 52-sided polygon? അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് is equal to എത്ര തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് സൈഡ്സ് is equal to 52. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആംഗിൾ സം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വളരെ സിമ്പിൾ ആണ്. ആംഗിൾ സം is equal to 50. നമ്മുടെ ഇക്വേഷൻ എന്താണ്? അത് ഇക്വേഷൻ എഴുതാം അല്ലെ. എല്ലാത്തിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതണം. n - 2 × 180. അപ്പൊ ഇവിടെ n is equal to എത്രയാണ്? 52 അല്ലേ. അപ്പൊ 52 - 2 × 180. ഇതൊക്കെ ഡിഗ്രീസ് ആണ് കേട്ടോ. Then 52 - 2 is 50 × 180. എത്രയാണ് 50 × 180? 2 0 അങ്ങനെ എഴുതുക. 8 5s are 40, remainder 4, 1 5s are 5 plus 4 9, 9000. ഇത് ടോട്ടൽ ആണ്. അതായത് ഓരോ ആംഗിൾ അല്ലെങ്കിൽ ഒരു ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയില്ല. ആംഗിൾ സം എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ആംഗിൾ ഇത്രയാണ്. അതായത് 52 സൈഡഡ് പോളിഗണിന്റെ 52 ആംഗിൾസ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9000 കിട്ടും. മനസ്സിലായോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. The sum of the angles of a polygon is 8100. How many sides does it have? 8100 ആണ് സം ഓഫ് ആംഗിൾസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന n - 2 × 180 എന്നുള്ളതാണല്ലോ നമ്മുടെ സം ഓഫ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ. ഈ സം ഓഫ് ആംഗിൾ എത്രയാണ്? 8100. ഇനി എന്താ നമുക്ക് കാണേണ്ടത്? നമ്പർ ഓഫ് സൈഡ്സ്, അതായത് n എത്രയാന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആൾജിബ്രയിൽ നമ്മൾ പഠിച്ചിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാനൊക്കെ പഠിച്ചല്ലേ. അപ്പൊ നോക്കൂ, n - 2 × 180 ആണ് ഇവിടെ. അപ്പൊ × 180 അപ്പുറം കൊണ്ടുപോയി എന്താവും?
ഡിവൈഡഡ് ബൈ 180 എന്നാവും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു 180 ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 180 എന്നാവും. അപ്പോൾ എന്താ ചെയ്യുക, ഒരു 0 കട്ട് ചെയ്ത് പോവും. 810നെ 18 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എത്ര ഉണ്ടാവും, എത്ര കിട്ടും നമുക്ക് ചെയ്ത് നോക്കാം. എത്ര കിട്ടുക, 18 × 8 ആയാലോ, 8 8s are 64. ഒന്നും വരില്ല. അപ്പോൾ 4 8s are 32, റിമൈൻഡർ 3, 1 4s are 4 plus 3 7. റിമൈൻഡർ എത്ര കിട്ടും, 90 എന്ന് കിട്ടും അല്ലേ. 90 ആണെങ്കിൽ എളുപ്പമാണ്. 5 എത്ര ആൻസർ കിട്ടുക, 5 18s are 90. നമ്മൾ നേരത്തെ കണ്ടതല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, n-2 is equal to 45. Then how will you find n? n is equal to 45. ഈ -2 നമ്മൾ എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്തായി മാറും, പ്ലസ് 45 പ്ലസ് 2 എത്രയാണ്, 47. നമുക്ക് ആൻസർ കിട്ടിയില്ലേ, n is equal to 47. And how many sides does it have? It have 47 sides. മനസ്സിലായില്ല എല്ലാവർക്കും, എളുപ്പമാണ് കേട്ടോ, ഈസിയാണ്. then അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ 1600. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ സം എത്രയാണ്, 1600 ആണ്. ഇങ്ങനെ ഒരു 1600 വരുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാൻ വരുമോ എന്നുള്ളത്. നമുക്ക് അതായത് ആംഗിൾ സം ആണല്ലോ 1600 എന്ന് പറയുന്നത്. n-2 × 180 ഇതല്ലേ നമ്മുടെ ആംഗിൾ സം കാണാനുള്ള ഇക്വേഷൻ. n-2 × 180 1600 ആവുമോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ഈസ് ഇറ്റ് പോസിബിൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് നോക്കാം, n കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് n കിട്ടുമെങ്കിൽ പോസിബിൾ ആണെന്ന് പറയാലോ. അപ്പൊ n-2 എങ്ങനെ ചെയ്യാം, 1600 ഈ 180 നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയി ബൈ 180 റൈറ്റ്. ഇതൊന്ന് കട്ട് ചെയ്ത് പോയി. നമുക്ക് 160 ഡിവൈഡഡ് ബൈ 18 ആണ്. 160 ഡിവൈഡ് ബൈ 18 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, ഒരു 8 ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. 18 × 8 എത്ര നമുക്ക് നോക്കാം. 8 8s are 64, ബാക്കി 6, 188 plus 6 40 അല്ലേ, റൈറ്റ്. അതാവും വരിക. അപ്പോൾ നമുക്ക് 8 കൊടുക്കാം. 8 അപ്പോൾ 8 8s are 64, 188 plus 6 144 എന്ന് കിട്ടും. റിമൈൻഡർ എത്ര കിട്ടും, പിന്നെ റിമൈൻഡർ ശരിക്കും 16 തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ പോയിന്റ് ഇടുക, 0 കൊടുത്താൽ again 8, then 144, റിമൈൻഡർ 16. പക്ഷെ ഇത് ഇത്രയും ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടി, n is equal to, അതായത് n-2 is equal to എത്രയാണ്, 8.8 എന്ന് കിട്ടി. അപ്പൊ n എത്രയായിരിക്കും, 8.8 plus 2, n is equal to 10.8 എന്ന് കിട്ടും. ഇങ്ങനെ 0.8 വരുമോ, is this possible? നമ്പർ എന്ത് വേണം, സൈഡ് എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കട്ടെ. 10.8 എന്നൊരു സൈഡ് ഉണ്ടാവുമോ, അതുണ്ടാവില്ല. നമ്പർ ഉണ്ടാവും, പക്ഷെ സൈഡ് ഒരിക്കലും എത്ര വരില്ല, ഒന്നുകിൽ 10 അല്ലെങ്കിൽ 11 അല്ലെ, 0.8 വരില്ല. അപ്പൊ നമുക്ക് എന്താ പറയാം, this is not possible. അതായത് ആംഗിൾ സം ഒരിക്കലും എത്ര വരില്ല, 1600 വരില്ല. മനസ്സിലായോ? അതായത് നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ n ഹോൾ നമ്പർ കിട്ടില്ല. Here n is not a whole number, so this is not possible. മനസ്സിലായോ? അവിടെ one more question, how about 900 വരുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 1600 പകരം നിങ്ങൾക്ക് 900 വെച്ച് ആംഗിൾ സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കാം. നമ്മൾ 900 കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് കിട്ടും, n-2 is equal to 900 into 180 അപ്പുറത്തേക്ക് കൊണ്ടുപോയ by 180 right. Then n-2 is equal to ഈ 0 കട്ട് ചെയ്ത് പോയി. 90 എത്ര 18 ഉണ്ട്, നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്. 518 അല്ലേ, 5. Then n is equal to 5 plus 2. അതിന് എത്രയാണ്, it is 7. ഹോൾ നമ്പർ ആണല്ലോ. അപ്പോൾ this is possible. മനസ്സിലായോ, നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓൾ ദി ആംഗിൾസ് ഓഫ് എ 20-sided പോളിഗൺ ആർ ദ സെയിം. ഒരു 20-sided പോളിഗൺ ഉണ്ട്. ആ പോളിഗണിന്റെ പെക്യുലാരിറ്റി എന്താണ്, വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ദാറ്റ് 20-sided പോളിഗൺ?
ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനത്തെ പോളിഗൺ നമ്മൾ റെഗുലർ പോളിഗൺ എന്നാണ് കേട്ടോ പറയാം. ഹൗ മച്ച് ഈസ് ഈച്ച്, അതായത് ഓരോ ആംഗിളും നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ സം കാണാൻ നിങ്ങൾക്ക് അറിയാലോ. ഹൗ വിൽ യു ഫൈൻഡ് ആംഗിൾ സം? ആംഗിൾ സം ഇസ് ഈക്വൽ ടു n minus 2 into 180. നമ്മളെ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. ആംഗിൾ സം ഇസ് ഈക്വൽ ടു n minus 2 into 180. റൈറ്റ്? ഇവിടെ എത്ര നമ്മുടെ n എത്രയാണ്? n is equal to 20 സൈഡഡ് പോളിഗൺ അല്ലേ. അപ്പൊ n is equal to 20 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? n minus 2 into 180 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 20 minus 2 into 180. റൈറ്റ്? 20 minus 2 18 into 180. എങ്ങനെയാണ്? 18 into 18 എത്രയാണ്? 8 8s are 64. 188 plus 6 14. 188 111 4 2 3 3 2 4 0 എന്ന് വരും. അതിന്റെ ആൻസർ 18 into 180 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിട്ട്? ആംഗിൾ സം എന്ന് പറഞ്ഞാൽ 3240. ഇത് 20 സൈഡഡ് പോളിഗണിന്റെ ആംഗിൾ സം ആണ്. 20 സൈഡഡ് ആണ്. 20 ആംഗിൾസ് അല്ലെങ്കിൽ 20 ആംഗിൾസിന്റെ സം ഓഫ് 20 ആംഗിൾസ് ആണ് എത്ര? 3240. നമുക്ക് എത്ര ആംഗിളാണ് കാണേണ്ടത്? ഓരോ ആംഗിളും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 1 ആംഗിൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? 20 ആംഗിളിൻ്റെതാണ് 3240. 1 ആംഗിൾ കാണാൻ എന്താ ചെയ്യണം? 3240 ഡിവൈഡഡ് ബൈ 20. ഇപ്പൊ നമുക്ക് ഒരു ആംഗിൾ കിട്ടുമല്ലോ. ഇതും കട്ട് ചെയ്ത് പോയാൽ 3 2 4നെ 2 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടും? 162 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ എത്രയാണ്? 162 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ ഓരോ ആംഗിൾ എത്രയാണ്? 162 ഡിഗ്രി. അപ്പൊ എല്ലാ 20 ആംഗിൾസ് എത്രയായിരിക്കും? 162 162 ആംഗിൾ ഉള്ള ഒരു റെഗുലർ പോളിഗൺ ആണ് ഇത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980. സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 1980. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്? വാട്ട് അബൌട്ട് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ? അപ്പോൾ 1980 എന്നുള്ളത് ഏതോ ഒരു പോളിഗണിന്റെ ആംഗിൾ സം ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സൈഡ്സ് അറിയില്ല. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പോളിഗണിനേക്കാൾ ഒരു സൈഡ് കൂടുതലുള്ളതിന്റെ ആംഗിൾ സമ്മും കണ്ടുപിടിക്കണം, ഒരു സൈഡ് കുറവുള്ളതിന്റെ ആംഗിൾ സമ്മും കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണണം? ഇതിന് എത്ര സൈഡ് ഉണ്ടെന്ന് കാണണ്ടേ? അപ്പോഴല്ലേ ഒന്ന് കൂടുതലും ഒന്ന് കുറവൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിന് എത്ര സൈഡ് ഉണ്ടെന്ന് നോക്കാം. then n minus 2 into 180. ഇതാണ് എത്ര? 1980. n minus 2 കാണാൻ എന്താ ചെയ്യാ? n minus 2 is equal to 1980 divided by 180. ഈ 0 കട്ട് ചെയ്ത് പോവും. then 198 divided by 18. 90 എത്ര 18 ഉണ്ടോ? 118s are 18. then 18 118s are 18. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. എത്രയാണ്? അപ്പോൾ n minus 2 is equal to 11. then n is equal to 11 plus 2 13. അപ്പൊ ഇതിന് എത്ര ഉണ്ട്? നമുക്ക് തന്നിട്ടുള്ളതിന് എത്ര ഉണ്ട്? എന്ന് പറഞ്ഞാൽ 13 ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് എന്തൊക്കെ കാണണം? n is equal to 14ന്റെ ആംഗിൾസ് നാം കണ്ടുപിടിക്കണം. ഒരു സൈഡ് കൂടുതൽ, വൺ സൈഡ് മോർ ആൻഡ് വൺ സൈഡ് ലെസ് എന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. n is equal to 12. വൺ സൈഡ് മോർ എന്ന് പറഞ്ഞാൽ 14, വൺ സൈഡ് ലെസ് എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ നമുക്ക് ഇനി എന്ത് കാണാലോ? സം കാണാൻ എന്താ ചെയ്യാ? n minus 2 into 180. അപ്പോൾ n 14 ആണ്. അപ്പോൾ 14 minus 2 into 180 എത്ര വരും? 12 into 180. 12 into 180 എന്ന് പറഞ്ഞാൽ എത്രയാ? 180 into 12. 8 6 2 8s are 16. 1 2s are 2 plus 1 3. 188 1 6 1 2. 2160 എന്ന് വരും. എത്ര? വൺ സൈഡ് മോർ ഉള്ളത്.
1 side more ഉള്ളത് 2160. ഈ 1 side less ആണ്. ലെസ് എന്ന് പറഞ്ഞാൽ 13 മൈനസ് 1 12 ഉള്ളതാണ്. അപ്പൊ n മൈനസ് 2 ഇൻറ്റു 180. ഇവിടെ n എത്രയാണ്? 1 സൈഡ് ലെസ് എന്ന് പറഞ്ഞാൽ 13 ആണ് ഇവിടെ. 13 ആണ് ഇവിടെ. 12 മൈനസ് 2 ഇൻറ്റു 180 എത്ര വരും? 10 ഇൻറ്റു 180 നമുക്ക് 1800 എന്ന് കിട്ടും. ഇവിടെ നോക്കൂ, നമുക്കൊരു ചെറിയ ട്രിക്ക് ഉണ്ട് ഇതൊന്ന് മനസ്സിലാക്കേണ്ട. അപ്പൊ നിങ്ങൾക്ക് 1 സൈഡ് മോർ എന്ന് പറഞ്ഞാൽ 2160 കിട്ടി. 1 സൈഡ് ലെസ് എന്ന് പറഞ്ഞാൽ 1800 കിട്ടി. നമ്മുടെ തന്നിട്ടുള്ള എത്രയായിരുന്നു? ഇതല്ലേ നമുക്ക് തന്നിട്ടുള്ള 1980. ഇത് നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് അറിയില്ല. ഈ 1980യുടെ കൂടെ നിങ്ങൾ ഒരു 180 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2160 കിട്ടും. മനസ്സിലായോ? അതായത് ഒരു സൈഡ് കൂടുമ്പോൾ എത്ര ആഡ് ചെയ്യണം? സം എത്ര കൂടും? 180 കൂടും. അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടേ. ഇനി ഇവിടെ നോക്കൂ, 1800 അതായത് 1960 മൈനസ് 180. ഇതിൽ നിന്ന് നിങ്ങളൊരു 180 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1800. അതിപ്പോൾ ഒരു സൈഡ് കുറയുമ്പോൾ ഒരു 180 കുറയും, ഒരു ട്രയാങ്കിൾ കുറയും. മനസ്സിലായോ? ഒരു സൈഡ് കൂടുമ്പോൾ ഒരു 180 കൂടും. അപ്പൊ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഇപ്പൊ നമ്മളിപ്പോ ഒരു മത്സര പരീക്ഷ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിച്ചു, പിന്നെ അതിനോട് ആഡ് ചെയ്തു, മൈനസ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ട്രിക്കുള്ള ആളുകൾ എന്ത് ചെയ്യും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ട്രിക്സ് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് മാത്സ് ടാലന്റ് എക്സാം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊരു ട്രിക്ക് എന്താണ്? നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ട് ആംഗിൾ സം തന്നിട്ടുണ്ട്. ആംഗിൾ സം ഇത്രയാണ്. ഇനി അതിൽ നിന്നും ഒരു സൈഡ് കൂടിയാൽ എത്രയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സമ്മിന്റെ കൂടെ ഒരു 180 അങ്ങ് ആഡ് ചെയ്ത് എഴുതി കൊടുത്താൽ മതി. ആൻസറായി. ഈ ഒരു സൈഡ് കുറവാന്ന് പറഞ്ഞാലോ മൈനസ് 180. നമ്മുടെ സ്റ്റെപ്പ് പ്രോബ്ലത്തിൽ നിങ്ങൾ ചെയ്യരുത്, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നമുക്ക് എക്സാമിനൊക്കെ പോകുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു ആൻസർ ടിക്ക് ചെയ്ത് എഴുതാനുണ്ടാവും. പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇത്. ഒരു സൈഡ് കൂടിയാൽ പ്ലസ് 180, ഒരു സൈഡ് കുറഞ്ഞാൽ മൈനസ് 180. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുമല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ആ പേജിലുള്ള 5 ക്വസ്റ്റ്യൻസ് മിസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക് ഔട്ടർ ആംഗിൾസ് ആണ്. അത് മിസ് ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാണണം, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പഠിത്തത്തിൽ ഒന്നൊരു വീഴ്ചയും വരുന്നത്. പിന്നെ മിസ്സിന്റെ ഓൺലൈൻ ട്യൂഷന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. താല്പര്യമുള്ളവര് മിസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ജോയിൻ ചെയ്യും. ഇപ്പൊ കുറെ മാസങ്ങളായി, നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അതിന്റെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും. ആകെ 300 രൂപയെ ഫീസ് ഉള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നിച്ച് പഠിക്കാമല്ലോ. റൈറ്റ്? ശരി.